ഇതൊരു ആഡംബരം കാണിക്കേണ്ട വേദിയോ പൈസയുടെയോ പ്രതാപത്തിൻ്റെയോ തലക്കനം കാണിക്കേണ്ട വേദിയോ അല്ല. ഇത് കുടുംബാംഗങ്ങൾ ഇഴചേർന്ന് അടുത്തിടപഴകുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ വേദിയാണ്. അൽഹാഖ് മുത്തകാസിർ, പരസ്പരം പെരുമ കാണിക്കാനുള്ള വേദിയല്ല ഇത്. വൈലുല്ലി കുല്ലി ഹുമസത്തുൽ ലുമസ, കുത്തുവാക്ക് പറയുന്നവനും ഏഷണി പറയുന്നവനും ഇരിക്കേണ്ട വേദിയുമല്ല ഇത്. ഹജ്ജിന് ഉംറയ്ക്ക് പോയ നിങ്ങൾക്കറിയുമല്ലോ, ഉബൈദ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമറിയുന്നവരായിരിക്കും ഇതിൽ പലർക്കും. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട പത്നി, ഇസ്ലാമിക ചരിത്രത്തിലെ ഫാത്തിമ റളിയല്ലാഹു തആലയ്ക്ക് ശേഷം, ഖദീജത്തുൽ കുബ്രയ്ക്ക് ശേഷം, ഐഷത്ത് സിദ്ദീഖയ്ക്ക് ശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും തങ്കലിപികളാൽ വർണ്ണിക്കപ്പെട്ട മഹതിയായ സുബൈദ റളിയല്ലാഹു തആല അൻഹ, ഇസ്ലാമിന് വേണ്ടി തന്റെ സമ്പത്തുകളൊക്കെ വാരിക്കോരി ചെലവഴിച്ച മഹതിയായിരുന്നു അവർ. കോടിക്കണക്കിനായ തന്റെ സമ്പത്ത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ച സുബൈദ റളിയല്ലാഹു തആല അൻഹ, അവരുടെ വീടിനെ പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് തേനീച്ചയുടെ വീട് എന്നാണ്. നൂറുകണക്കിനായ ഹാഫിളത്തുകളായ സ്ത്രീകളെ തന്റെ പരിചാരകരായി വെച്ചിട്ട് രാവിലെ മുതൽ രാത്രി വരെയും ഖുർആൻ ഓതിപ്പിച്ചിരുന്ന ഒരു വീടായിരുന്നു സുബൈദ റളിയല്ലാഹു തആല അൻഹയുടെ. 25ഓളം വരുന്ന ഹാഫിളത്തുകളായ പെൺകുട്ടികളെ തന്റെ പരിചാരകരായി കൊണ്ടുപോയി എപ്പോഴും ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു സുബൈദ റളിയല്ലാഹു തആല അൻഹ. ആ സുബൈദ റളിയല്ലാഹു തആല അൻഹ ബാഗ്ദാദിലെ അതിസമ്പന്നയായ റാണിയായിരുന്നു, രാജ്ഞിയായിരുന്നു. ബാഗ്ദാദിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരെയാണ് ഹജ്ജിന് പോകേണ്ട ഹറമുള്ളത്. 1200 കിലോമീറ്റർ അന്നത്തെ കാലത്ത് ഹാജിമാര് കാൽനടയായി പോകുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് അവർ ആ കുന്നും മലയും ചവിട്ടി കാൽനടയായി ഹജ്ജിന് വേണ്ടി പോകുമായിരുന്നു. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ സുബൈദ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ എഞ്ചിനീയർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ബാഗ്ദാദ് മുതൽ ഹറം വരെയും 1200 കിലോമീറ്റർ ദൂരം ഒരു റോഡ് പണിയണം. മുഴുവൻ സിവിൽ എഞ്ചിനീയർമാരും, അക്കാലത്തെ പേരുകെട്ട എഞ്ചിനീയർമാരെല്ലാം ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ ഒരു റോഡ് പണിയുക അസാധ്യമാണ്. ഉടനെ സുബൈദ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങൾ പിക്കാസ് കൊണ്ട് കൊത്തുന്ന ഓരോ കൊത്തിനും പകരമായി ഞാൻ ഓരോ ദിനാർ നിങ്ങൾക്ക് തരാം. ഓരോ കൊത്തിനും പകരം ഞാൻ ഓരോ ദിനാർ തരാം. അങ്ങനെ എത്ര കൊത്ത് നിങ്ങൾ കൊത്തി അവിടേക്ക് വഴിപണിയേണ്ടി വന്നാലും, അത്ര ശ്രമകരമാണ് എങ്കിൽ പോലും നിങ്ങൾ ആ റോഡ് പണിയണം എന്ന് പറഞ്ഞ് ബഗ്ദാദ് മുതൽ ഹറം വരെ 1200 കിലോമീറ്റർ റോഡ് പണിതിട്ടുണ്ട്. അതിന്റെ അവശേഷിപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർക്ക് കാണാൻ കഴിയും. ദർബ് സുബൈദ എന്നാണ് ആ റോഡിന്റെ പേര്. വിശന്ന് തളർന്ന് ദാഹജലം കിട്ടാതെ വിഷമിക്കുന്ന ഹാജിമാർക്കായി ആ റോഡിന്റെ ഇരു കരകളിലുമായി സുബൈദ റളിയല്ലാഹു തആല അൻഹ വിശാലമായ ജലാശയം പണിതു. ഐൻ സുബൈദ എന്നാണ് അതിന്റെ പേര്. ഇത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്ത 6000ഓളം കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകൊണ്ട് മുഴുവൻ ഹാജിമാർക്കുമായി, അതാണല്ലോ വഖഫ് എന്ന് പറയുന്നത്, വെള്ളവും കിണറും റോഡുമൊക്കെ പണിയുന്നതാണ് വഖഫിന്റെ ആദ്യത്തെ കാര്യങ്ങൾ. അത്തരത്തിൽ ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥയെ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ പിടിച്ചു നിർത്തുവാൻ അഹോരാത്രം പണി ചെയ്ത മഹദിയായിരുന്നു സുബൈദ റളിയല്ലാഹു തആല അൻഹ. അവർ മരണപ്പെട്ടതിന് ശേഷം വലിയൊരു മഹാനായ പണ്ഡിതൻ സുബൈദ റളിയല്ലാഹു തആല അൻഹയെ സ്വപ്നത്തിൽ കൂടി ദർശിച്ചു. ആ സ്വപ്നത്തിൽ വെച്ചിട്ട് ഈ പണ്ഡിതൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടെ, എങ്ങനെയാണ്, സുഖമായിരിക്കുന്നോ എന്നൊക്കെ സുബൈദ ബീവിയുമായിട്ട് സംസാരിച്ചു. ഉടനെ അവർ കൊടുത്ത ഒരു മറുപടിയുണ്ട്.